ഹലോ ഗായ്സ് ഞാനിന്ന് മോസ്റ്റ് ഹാപ്പിയാണ്. എന്താ ചോദിച്ചിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഒരു നോവൽ ഞാനിവിടെ വായിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും എങ്കിലും നമുക്ക് 1 ഡേ കൊണ്ട് നമുക്കിത് വായിച്ച് തീർക്കാവുന്ന ബുക്കാണ്. അപ്പം ഈ ബുക്കിൻ്റെ പേര് വന്നിട്ട് സ്നേഹം കൊട്ടാരം എന്നാണ്. നമ്മുടെ ഹക്കീം നട്ടാശ്ശേരിയാണ് നമ്മുടെ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ബുക്കുകളോട് ഞാൻ തീരെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു. പണ്ടൊക്കെ ബുക്കൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ ബ്രേക്ക് വന്നു. പിന്നെ ഞാൻ ഇപ്പോഴാണ് ബുക്കുകൾ വായിക്കാനായിട്ട് തുടങ്ങിയത്, ബുക്കിനോട് അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ ബുക്ക് വായിച്ചിട്ട് വളരെ ലളിതമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും വായിക്കുകയും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഈ ബുക്ക് വായിച്ചിട്ട് ഞാൻ 2-3-4 പ്രാവശ്യം എൻ്റെ കണ്ണിൽ കൂടി ഞാൻ അറിയാതെ കണ്ണീര് വന്നുപോയി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തർ പറയില്ലേ ബുക്ക് വായിച്ചിട്ട് ഞാൻ കരഞ്ഞു, ബുക്ക് വായിച്ചിട്ട് ഞാൻ പേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ ബുക്ക് വായിച്ചാൽ എങ്ങനെ നമുക്ക് പേടി, അത്ഭുതം, വിഷമമൊക്കെ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുക അല്ലെങ്കിൽ സിനിമയൊക്കെ കാണാൻ പോകുമ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണുന്ന സന്ദർഭമൊക്കെ അനുസരിച്ചായിരുന്നു നമുക്ക് വിഷമമൊക്കെ വരിക. പിന്നെ നമ്മൾ അഭിനയിക്കുമ്പം ബുക്ക് വായിച്ചിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ബുക്ക് വായിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്താ പറയുക, ഞാൻ ആ ബുക്കിൽ ജീവിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മൂവി കണ്ടാലും എന്ത് ഞാൻ ചെയ്താലും ഞാൻ അതിലൂടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബുക്ക് വായിച്ചിട്ട് ഞാൻ വളരെയായിട്ട് ഇമോഷണലായി. പല പല വികാരങ്ങൾ മിന്നി മറഞ്ഞു. അപ്പം നിങ്ങൾ വായിച്ചൊരു ബുക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അങ്ങനെ ബുക്കിനോട് ഞാൻ വളരെ അറ്റാച്ച്മെൻ്റ് ആയി. അപ്പോൾ ഈ ബുക്ക് ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്.